ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒടുക്കത്തെ വെയിലാണ്. ഇന്നിപ്പോൾ ഞങ്ങളെ വലിയ സിസ്റ്റർ വീട്ടിൽ പോവാണ്, മഞ്ചേരി കേട്ടോ. അതാ ഒക്കെ കാറിലിരിക്കാണ്. ഹായ് പറ. ഹായ്. അപ്പം നട്ടുച്ചക്കാണ് പോകണത്. ഞാൻ രാവിലെ ലാബിൽ പോയി, അവിടെ നിന്നാണ് വന്നിട്ടിപ്പോൾ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1 മണി ആവാറായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുള്ള് ഡിക്കിയിൽ വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ. ഇതുണ്ടല്ലേ. അപ്പം എന്തായാലും ഞങ്ങൾ പോയിട്ട് അവിടുന്ന് കാണാം. പുതിയ ആൾക്കാരാണ് നമ്മുടെ ചാനലിൽ ഇനി കാണാൻ പോകുന്നത്. അവരൊന്നും ഇതുവരെയും ചാനലിൽ വരാത്ത ആൾക്കാരാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടുന്ന് കാണാം. അസ്സലാമു അലൈക്കും. ഇപ്പം കാറ് കയറിയിട്ടോ. അപ്പം നട്ടുച്ചയാണ്, അതുകൊണ്ട് നല്ല സുഖമുണ്ട് എന്നാലും എല്ലാവർക്കും പോവാൻ. ഞങ്ങൾ പിന്നെ എനിക്ക് ഒരു പ്രൊമോഷൻ്റെ കുറച്ച് സാധനങ്ങൾ പോകുമ്പോൾ എടുക്കാനുണ്ട് കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് പ്രൊമോഷനൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ സാധനങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വേണം പോവാൻ. വീഡിയോ ഞാൻ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം എന്തായാലും ഞങ്ങൾ പോവാൻ തുടങ്ങാണ്. അപ്പം ഇൻഷാ അല്ലാ ഇനി ഇടയിൽ നമുക്ക് കാണാം. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ കുടുംബക്കാരെ വീട്ടിലൊക്കെ പോവാനുണ്ട്. അപ്പം അതൊക്കെ കാണിക്കാം. ഇവിടെ പേജാണ് നമ്മൾ കൊളാബ് ചെയ്യണ കേട്ടോ. പേജിന്റെ പേര് പറഞ്ഞു കൊടുത്തേടി. ഇൻസ്റ്റഗ്രാമില് വീഡിയോ ഒക്കെ ഇടേ, നേരിട്ട് കാണുമ്പോഴേ മടിയുള്ളൂ. ഹിജാബ് മൈ നാശി എന്ന് പറഞ്ഞ പേജാണ് കേട്ടോ. അപ്പൊ അവളാണ് ഹിജാബ് തന്നിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് വണ്ടൂരുള്ള ഞങ്ങളുടെ അമ്മായിന്റെ വീട്ടിലാണ് കേട്ടോ. അമ്മായിനൊക്കെ ഒരുപാട് കാലമായി കണ്ടിട്ട്. അപ്പൊ അവിടെ പോയിട്ടാണ് പിന്നെ മഞ്ചേരി പോയത്. നമ്മളിപ്പോ അമ്മായിന്റെ വീട്ടിലാണ്. ഇതാണ് ഞങ്ങളൊരു അമ്മായി. വണ്ടൂരുണ്ട് അമ്മായി. അസ്സലാമു അലൈക്കും പറയും. അസ്സലാമു അലൈക്കും. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. അസ്സലാമു അലൈക്കും. ഇത് കാണല്, ഇത് വീഡിയോ ആണ്. ഭയങ്കര ഞങ്ങൾ വന്നപ്പോ ഫുഡൊക്കെ റെഡി ആക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾ പറയാതെ വന്നാണ്. ഓന്റെ കല്യാണം കഴിച്ചെടുക്കുക. അവര് നീച്ച് മാട്ടിട്ടൊക്കെ അവരെ കല്യാണം കഴിച്ചിട്ട് ഇതൊക്കെ 13 ദിവസമൊക്കെ മാറിയിട്ടില്ലേ. ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഈവനിങ് ആയപ്പോഴാണ് അവിടുന്ന് തിരിക്കുന്നത്. ഏകദേശം വൈകുന്നേരമായി. നമ്മളിവിടെ മഞ്ചേരി എത്തിയപ്പോൾ ഇവിടെ എത്തി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ നേരിച്ച് നിർത്തിയതാണ്. ആ സമയത്തിൽ നന്നായിട്ട് എല്ലാവരും കുഴങ്ങിട്ടോ. രാവിലെ മുതൽ തുടങ്ങിയ യാത്രയല്ലേ. അപ്പം എന്തായാലും ഇനി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ഞങ്ങൾ പോട്ടെ. റോബസ്റ്റ് എത്ര? റോബസ്റ്റ് 50 1 കിലോ. മാങ്ങക്കോ? ഇതൊന്ന് കൊടുക്കും. ചെറിയൊരു ബത്തക്ക എടുത്താണ്. അങ്ങനെ ഞങ്ങള് വൈകുന്നേരം ഇപ്പോൾ ഇവിടെ സമയം ഒരു 5 മണിയായി. അമ്മായിൻ്റെ അവിടെയൊക്കെ കയറി വന്നപ്പത്തിന് ഞാൻ കാർ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ റോഡ് ഉണ്ടോ, ഇതങ്ങോട്ട് കയറ്റാൻ ഒരു ആത്മവിശ്വാസം കുറവുണ്ടോ എന്നൊരു സംശയം. ഞാൻ വിചാരിച്ചു ഇനി ഓലാരെങ്കിലും വന്നിട്ട് കയറ്റിക്കോളും. അപ്പൊ കൊയങ്ങി ക്യാമറ കണ്ട് തോന്നിയതാണ്. ഹലോ, ഇവിടെ ആരുമില്ലേ? അസ്സലാമു അലൈക്കും. ഞാൻ വരുമ്പോ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ? എന്താ വർത്താനം? വിച്ചുമോളില്ലേ? ഇതാണ് എന്റെ വലിയ താത്ത.
ഇത് താത്താന്റെ ചെറിയ കുട്ടി. ലിപ്സ്റ്റിക് ഇടാത്തോണ്ടാട്ടെ, ലിപ്സ്റ്റിക് ഇട്ടാൽ ഓള് വരും. നമുക്ക് എന്തൊക്കെ എന്നത്തെ സ്പെഷ്യൽ നോക്കാം. സ്പെഷ്യൽ ഉച്ചക്ക് ഞങ്ങള് വരൂല, ഞങ്ങള് വൈകുന്നേരമാണ് വരുന്നത് കൊണ്ട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞായിരുന്നു. ആഹാ ചക്കക്കൂട്ടാനി, ഇന്റെ പേരിത്തെ ചക്കക്കൂട്ടാൻ മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പൊ ഇവിടെ അതിലും വലിയ ചക്കക്കൂട്ടാന് നിന്നാ മോര് കറിയോ വാഴക്കുപ്പീരി, പൊറോട്ട ചിക്കൻ കറി. വൈകുന്നേരം ആയതുകൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെയാണ്. കുറച്ച് ജ്യൂസ് തരുമോ കൊയങ്ങി? ഞാൻ ഇബലൊക്കെ വെറുതെ മതി, ഞാൻ ഓട്ടി കൊയങ്ങിക്കണേ. ഇതൊരു കിച്ചൺ, ഇതൊരു കിച്ചൺ. ഞങ്ങൾ അളിയാക്കിയാണ്, അളിയാക്ക ഉറങ്ങാണ്. പാച്ചു ഇതുപോലെ തറവാടാണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ തറവാടിന്റെ അപ്പുറത്ത് ഒരേട്ടന്റെ വീടുണ്ട്. ആ അപ്പൊ ഗായ്സ് ഇതിന്റെ ഏട്ടത്തിന്റെ മരുമോനാണ്. ഇതാണ് വലിയ കുട്ടി, കണ്ടാൽ തോന്നൂലെങ്കിലും ഇതാണ് വലിയ കുട്ടി. ഇതാണ് ചെറിയ കുട്ടി. ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ നടുക്ക്. ഇത് ഇളച്ചന്റെ കുട്ടിയാണ്. ഇതാണ് ഇപ്പൊ മരിയോന്. വേഗം ഇട്ട് തോന്നല്ല. ഐസമോ ചൂജിയാണ് എനിക്ക് കൊടുന്നാണ് ചൂജി. അപ്പൊ വണ്ടി മേലൊക്കെ കയറ്റി തരാൻ നമ്മളെ മരുമോൻ എത്തിയിട്ടുണ്ട് കേട്ടോ. മരുമോനാണ് ഇനി മേലൊക്കെ കയറ്റിയിടുന്നത്. ഇങ്ങോട്ട് വെച്ചാ പോരെ, വലിയ ബാക്കൊക്കെ വെച്ചാലും മതില്ലേ. ഹാൻഡ് ബ്രേക്ക് താത്തിയിട്ടില്ല. താത്തി ഞാനത്തെ ബാക്കത്തെ സാധനങ്ങളൊക്കെ ആരെടുക്ക? പിന്നെ നല്ല ടൈറ്റാ കാണിച്ചോണ്ട് ഇതൊക്കെ എടുത്ത് കൊണ്ടുവച്ചാണ് എല്ലാരും. ഞാനേ ബിച്ചുമോളെ പിന്നെ ഞാനാകെ കൊടുന്നു. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടില്ല. ഞാനാകെ കൊടുന്നിക്കണ ഒരു കൂട്ട ഡ്രസ്സാണ്. ബാക്കി ഇതില്ല മൊത്തം ഫാരിഷ ആൻഡ് ഫാമിലിന്റെയാണ്. ഷോള് വന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം. അപ്പൊ ഗൈസ് ഇവിടെ ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അപ്പൊ ഞാൻ വേറെ കാര്യം കാണിക്കാനാണ്. ഇത് ഹിജാബ് ബൈ നാഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് എനിക്ക് ഷോൾ അയച്ചതാണ്. ഹിജാബാണ്. അപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ ഒക്കെ ഷോർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് ഷോൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ്. ഇപ്പം ഞാനിട്ട് ഈ ഷോളൊന്നും ഒട്ടും ഒതുങ്ങി നിൽക്കാത്തൊരു ടൈപ്പാണ്. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ട് നോക്കാം. 2 കളർ ഷോളാണ് കേട്ടോ. ഇട്ട് നോക്കാൻ നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖമുണ്ട്. നമുക്ക് നോക്കാം. ജോവേൻ്റെ ഷോളാണ്. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റാണ് വരുന്നത്. കളർ ഷോളാണ്. എനിക്ക് ഇല്ലാത്ത കളേഴ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ വരുന്നത് ഈ ഒരു കളർ ഷോളാണ്. ഇതൊരു പീക്കോക്ക് ബ്ലൂ അല്ലേടി, ഒരു പീക്കോക്ക് ബ്ലൂ കളറാണ് കേട്ടോ. ജോവയുടെ തന്നെ അത്യാവശ്യം ഒരു ബ്രാൻഡഡ് സംഭവമാണ്. ഇങ്ങനെ 2 ഷോളാണ്. അപ്പോൾ ഞാനിത് നമുക്ക് ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഞാനൊരു ഷോർട്ടായിട്ട് ചെയ്യാം. അപ്പോൾ
അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ കണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിനിടയിൽ ഇവിടുത്തെ ഗ്യാസ് ഒന്ന് പൊട്ടിത്തെറിച്ചു കേട്ടോ. കുറേ സമയമായിട്ട് ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് ഓവർ ഹീറ്റ് ആയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഗ്യാസൊക്കെ സ്റ്റൗവൊക്കെ യൂസ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ പൊട്ടിത്തെറിക്കും. അപ്പോൾ എടുത്താരും ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഗ്ലാസിൻ്റെയൊക്കെ ഓവർ ഹീറ്റ് ആവാൻ സമ്മതിക്കരുത്. ഹീറ്റ് കൂടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതൊന്ന് ഓഫ് ചെയ്യലാണ് നല്ലത്. ഗ്യാസ് പൊട്ടിത്തെറിച്ചെന്നാലും മീൻ പൊരിക്കൽ ഇവിടെ സ്റ്റക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓണാക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഓണാക്കിയിട്ട് മീനൊക്കെ ഫ്രൈ ആക്കി ഫുഡൊക്കെ കഴിക്കണം. അപ്പം അതുവരെയുള്ള കറിയൊക്കെ ഇവിടെ റെഡി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നാളെ ഞങ്ങൾക്ക് കുറേ പ്ലാൻ ഉണ്ട്. ഫുള്ള് പ്ലാനുകളാണ്. അപ്പോൾ കുറേ സ്ഥലത്ത് പോകാനും അങ്ങനെയൊക്കെ, പിന്നെ കുറേ ചാലഞ്ച് വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. അതിന് ഭയങ്കര കളിയാണ് ഇവിടെ. എന്താടാ? അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാറിനെ ചാച്ചാ